കോഴിക്കോട്ട് ഒരു സംഭവം ഉണ്ടായി. മീൻ വിൽപ്പനക്കാരനായ TK അപ്പുക്കുട്ടിയുടെ മീൻ വണ്ടിയുടെ താക്കോൽ പോലീസ് ഊരിക്കൊണ്ടുപോയി എന്നുള്ള പരാതിയും വന്നിട്ടുണ്ട്. മീൻ നശിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. പക്ഷേ താക്കോൽ ഊരിയെടുത്തില്ല എന്ന് പോലീസും പറയുന്നുണ്ട്. സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട്ട് നിന്ന്. സിനോജ് തോമസ്, അപ്പോൾ പിന്നെ ആ താക്കോൽ എവിടെയുണ്ട്? സുജയപാർവതി, താക്കോൽ എവിടെയുണ്ടെന്ന് എനിക്കും അറിയത്തില്ല, അപ്പുക്കുട്ടിക്കും അറിയത്തില്ല, പോലീസിനും അറിയില്ല. ഞാൻ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ്. നരിക്കുനി ചെങ്ങോട്ടുപൊയിൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഇതാണ് ആ മീൻ വണ്ടി. ഈ ബോക്സ് നിറയെ മീനുണ്ട്. വലിയ ദുർഗന്ധമുണ്ട്. കാരണം 2 ദിവസമായിട്ട് 8150 രൂപയുടെ മീൻ ഈ പെട്ടിക്കകത്തുണ്ട്. ഈച്ചയൊക്കെ തന്നെ ആർക്കുന്നുണ്ട്. വലിയ ദുർഗന്ധമാണ്. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. പോലീസ് ഇതിന്റെ താക്കോൽ ഊരിക്കൊണ്ട് പോയെന്നാണ് അപ്പുക്കുട്ടി ചേട്ടൻ പറയുന്നത്. കഴിഞ്ഞ 27 വർഷമായി ബൈക്കിൽ മീൻ വിൽക്കുന്ന ആളാണ്. ചേട്ടൻ എന്താ സംഭവിച്ചത്? ഞാൻ ശനിയാഴ്ച ഇപ്പീടിയിൽ മീൻ കൊടുത്ത് ഇങ്ങോട്ട് തിരിയുമ്പം തന്നെ അതിൻ്റെ മുന്നിൽ തന്നെ കൈയാട്ടി നിർത്തി ഞാൻ നിർത്തുകയും ചെയ്ത്. ഹെൽമെറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കണ്ടല്ലോ ഉള്ളതിലാണെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിർത്തി താക്കോല് പിടിച്ച് പോലീസുകാരെ കീശലിട്ട് ഓല് പോയി. പിന്നെ ഞാനൊരു 10-20 മിനിറ്റ് ഇവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാണ്. അപ്പം SI ഞാൻ പറഞ്ഞിങ്ങനെ താക്കോല് കിട്ടിയാൽ മീൻ ബുക്കായിരുന്നു ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പിന്നെ കുറേ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവച്ച് വിറ്റ് പൈസ ആയിക്കോളും പറഞ്ഞ് ഞാൻ പോവുകയും ചെയ്തു. താക്കോൽ എവിടെ പോയി? താക്കോല് പോലീസ് എടുത്ത് കീശലിട്ടാന്നപ്പം തന്നെ. പിന്നെ ആരോരോ പറഞ്ഞ് ഇവിടെ കൊണ്ടെത്തിക്കെന്ന് പറയണേന്ന് ഈ പോലീസ് പറഞ്ഞു. ഞാൻ കാക്കൂർ പോലീസാണ്. SI പറയുന്നത് താക്കോൽ ഊരിയിട്ടില്ല, പോലീസ് കൈ കാണിച്ച സമയത്ത് ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയി എന്നാണ് പറയുന്നത്. അതിന് SI അല്ല ഊരിയത്, പോലീസുകാരനാ ഊരിയത്. സിവിൽ പോലീസ് ഓഫീസറാണ്. പോലീസുകാരെ SI അടുത്ത് വരുമ്പോൾ പോലീസുകാരന് താക്കോൽ ഊരി കീശലിട്ടേക്ക്. അതിന്റെ തലേന്നും പോലീസ് പിടിച്ചിരുന്നു ഹെൽമെറ്റ് വെക്കാത്തതിന്. തലേന്ന് 500 രൂപ ഫൈൻ കെട്ടിയാ. അതിന്റെ മോളെ 2 ബിസ്ക്കറ്റ് വാങ്ങാൻ താഴോട്ട് ഇറങ്ങിയപ്പം പൊരേനെ മുന്നും തന്നെ പിടിച്ചതാ. പിറ്റേന്ന് വീണ്ടും പോലീസ് പിടിക്കാം. രണ്ടാമതും പിടിച്ചു. അന്നപ്പോ ഞാൻ ഓരോ ചോദിച്ചു, ഇന്നലെ ഒരു കേസ് ദേഷ്യം ഉണ്ടായിരുന്നോ ഇവർക്ക്? അതിന്റെ മുന്നേ ദേഷ്യമുണ്ട്. ചേട്ടന് ദേഷ്യം ഉണ്ടായിരുന്നു 2-ാം ദിവസം പിടിച്ചതിന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് ആർക്കാരും മാനസികമായിട്ട് കൊടുങ്ങൂലേ. കാരണം ഞാനൊരു അറ്റാക്കിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളാ, ഒരു തൊഴിലായിട്ട് നടക്കല്ലേ. അപ്പം മീൻ വെക്കുന്ന ഇത്രയും വലിയ കേസാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവര് പിടിച്ച് മീൻ വെക്കുന്നതല്ല, ഹെൽമെറ്റ് വെക്കാത്താണ് കേസ്. ഹെൽമെറ്റ് വെക്കാത്ത കേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹെൽമെറ്റ് വെക്കാത്ത കേസ് ചാർജ് ചെയ്തിട്ട് താക്കോൽ തരാലോ. അത് തന്നില്ല. പോലീസാ പറയുന്നത് ചേട്ടൻ ഇറങ്ങിപ്പോയി, അതുകൊണ്ട് കണ്ടില്ല, അതുകൊണ്ട് ഇവിടെ അലി എന്ന് പറഞ്ഞ ആളെ ഏൽപ്പിച്ചെന്നാ പറയുന്നത്. അത് പോലീസ് തെളിച്ചോട്ടെ, അതുപോലെ കൈ പോലെ അല്ലേ തെളിച്ചു. എത്ര രൂപയുടെ മീൻ ഉണ്ടായിരുന്നു? 8150. ഇനിയിപ്പോ മീൻ ഇവിടുന്ന് എടുക്കുന്നത് ഇവിടെ തന്നെ വെച്ചേക്കുവാണോ? അതെന്താന്ന് വെച്ചാൽ തീരുമാനം പറ്റും. ഇന്നിപ്പം CI വിളിച്ചില്ലേ സ്റ്റേഷനിലെ. പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, പിന്നെ വേറൊരാളും പോയി തീരുമാനമാക്കാൻ. എന്താണെന്നറിയില്ല. ഭയങ്കര മണമുണ്ടല്ലോ ഇവിടെ മീൻ. സ്മെല്ലടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല. നാട്ടുകാരെന്താ പറയുന്നത്? നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീടിൻ്റെ വാതിൽ അടച്ചു കഴിഞ്ഞ് വീട്ടിൽ കിടക്കേണ്ട ഒരവസ്ഥയാണ്. പല സ്ഥലത്തും പരാതി പറഞ്ഞു, പഞ്ചായത്ത് പറഞ്ഞു, ഹെൽത്ത് പറഞ്ഞു, പോലീസിൽ വിളിച്ച് വരുമ്പോൾ ഇനി മേലോട്ടോട്ടം വിളിക്കേണ്ടി വന്നാൽ വിളിക്കണം എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ചാനലൊക്കെ വന്ന് ഭയങ്കര സ്മെല്ലുണ്ടല്ലോ. ഭയങ്കര സ്മെല്ലാണ്. വീട്ടിൽ നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ട് ജനലും വാതിലൊക്കെ അടച്ചിട്ട് വീട്ടിൽ 2 രോഗികളല്ലേ. ഒരാളെന്നാലും കൊണ്ടുപോയി കാണിച്ചു വന്നതാണ്. അലർജി വന്നിട്ട് തലവേദനയും ഛർദ്ദലും വന്നു. നരിക്കിനി നിംസ് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇതിന്റെ ഈ സംഭവത്തോടുള്ള നാട്ടുകാർ നിങ്ങളുടെ പ്രതികരണം? ഇത് ചെയ്തത് ശരിയായില്ല. ഒന്നുകിൽ പോലീസ് ചെയ്താണോ അല്ലെ ഈ അപ്പുക്കുട്ടി ചേട്ടൻ ചെയ്താണോ? അതാരാ ചെയ്തതെന്ന് പറയാൻ പറ്റും. പോലീസ് ചെയ്ത് തന്നെ. താക്കോല് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ താക്കോല് കൊണ്ടുപോകാൻ ഊരില്ലെന്നാ പോലീസ് പറയുന്നത്. എന്നോടും പറഞ്ഞു അങ്ങനെ. ഞാൻ സ്റ്റേഷനിൽ വിളിച്ചിട്ട് താക്കോല് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, അത് അയാൾ അവിടെ ഇട്ട് പോയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്മെല്ലായിട്ട് വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, കാരണം അത് ഒന്നും മാറ്റി തരണം, അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലാതെ എന്നോട് പറഞ്ഞു. ചേട്ടൻ ഇതിനടുത്ത് മാറ്റുമോ ഇത്? അല്ല, അതിപ്പം കാക്കോന് CI അടുത്ത് പോയതാണല്ലോ ഇവര്. പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും അവർ വന്നാലെടുത്ത് മാറ്റും, സാധനത്ത് മാറ്റും. ഇന്നത്തെ കേസിന് പോവും. സുജയ പറഞ്ഞത് ഏതായാലും മീൻ ഇന്നത്തോടെ എടുത്ത് മാറ്റുമെന്ന് പറയാം. ഏതായാലും ഭയങ്കര ദുർഗന്ധം ഇവിടെയുണ്ട്. ഇതാണ് ബൈക്കിൽ താക്കോല് കാണാനില്ല. ഈ അപ്പുക്കുട്ടി ചേട്ടൻ പറയുന്നത് താക്കോല് ചേട്ടൻ എടുത്തിട്ടില്ല, പോലീസ് എടുത്തെന്ന് പറയുന്നു. പക്ഷേ പോലീസ് പറയുന്നു താക്കോല് അവർ ഊരിയിട്ടില്ല, താക്കോല് വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസും പറയുന്നു. ഏതായാലും SPക്ക് പരാതി കൊടുക്കുന്നുണ്ടല്ലേ? പിന്നെ അതുമല്ല, ഹെൽത്തുനിന്നും പഞ്ചായത്തുനിന്നും ഇതെടുത്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞു മെമ്പർ. അതപ്പോൾ ഞാൻ പറഞ്ഞു താക്കോലിലാണ് തലയിലെത്ത് പോകാൻ പറ്റില്ലല്ലോ, അതപ്പോൾ കേസ് എടുക്കുന്ന പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസിന്റെ പേരിൽ കേസ് എടുത്തോട്ടെ, പോലീസാണ് ചെയ്തിച്ച്. എൻ്റെ പേരിൽ കേസ് എടുത്തിട്ടില്ലല്ലോ, താക്കോലെടുത്ത് അവർ പോയതല്ലേ. കൂടെ പോയാൽ ഹെൽമെറ്റ് വെക്കാത്ത ഫൈൻ അടയ്ക്കും. അതെ, അതാണല്ലോ നമ്മൾ ചെയ്ത തെറ്റ്. സിനോജ്, അദ്ദേഹത്തിന് ഒരു ഹെൽമെറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. 2 പ്രാവശ്യം ഹെൽമെറ്റ് ഇല്ലാത്തതിന് പിടിച്ചു. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഹെൽമെറ്റ് വണ്ടിയിൽ ഹെൽമെറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ മീൻ വിൽപ്പന ആയതുകൊണ്ട് ഇടവഴിയിലൂടെയാണ് ഈ മീൻ വിൽക്കുന്നത്. ഈ മീൻ വിൽക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞാണല്ലോ. അന്ന് ഡോക്ടർ പറഞ്ഞേക്ക് നിർണായക ഘട്ടത്തിൽ വെക്കാന്ന്. നിർണായക ഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ടൗണിൽ കൂടെ ഒക്കെ വരുമ്പോൾ വെച്ച് വരികയാണല്ലോ. പുതിയാപ്പിന്നും വെള്ളയൊന്നും മീനെടുത്ത് വരുമ്പോൾ ഹെൽമെറ്റ് വെച്ചാൽ വരുന്നത്. ഫുള്ള് ഹെൽമെറ്റ് വരും. അതേത് ഇതിൽ നോക്കിയാൽ കാണാമല്ലോ ഞാൻ വരുന്നത്. ഈ
ഗ്രാമവഴികളിലൂടെ പോകുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കാറില്ല. വെക്കാറില്ല. പിന്നെ നരിക്കിന് അങ്ങാടിക്ക് പോകുമ്പോഴും നമ്മൾ വെക്കലുണ്ട്. ഏതെങ്കിലും സമയത്ത് ഇല്ലാന്ന് കാണിച്ചിട്ടാണെങ്കിൽ നമ്മൾ തെറ്റിയാനാ. നമ്മൾ മീനിന്റെ പണി അല്ലാത്ത സമയത്ത് അത് മീനിന്റെ പണിക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴും വെക്കലുണ്ട് വേണ്ട സമയത്ത്. അതാ റോഡിന് ഇങ്ങോട്ട് ഉപ്പരയിലേക്ക് ഇവിടേക്കൊക്കെ കയറുന്നതിന് ഇവിടെയൊക്കെ മീൻ കൊടുക്കുന്നല്ലേ നമ്മള്. അതിന് ഹെൽമെറ്റ് വെക്കണം എന്ന് ഹെൽമെറ്റ് നിയമം ഉണ്ടാക്കി നിർബന്ധമാണ്. അതും അത് ചെയ്യും. ഇടവഴിയായാലും നിയമം പൊതുവഴിയായാലും വണ്ടി ഇരുചക്ര വാഹനം നിർബന്ധമാണ്. ഓടിക്കുമ്പോൾ നിർബന്ധമാണ്. നിർബന്ധമാണ്. അത് നമ്മൾ നിയമം നമ്മൾ തെറ്റിയാൻ തയ്യാറല്ല. അതേ സ്ഥാനത്ത് ഒരു പുരയിലേക്ക് പോകുമ്പോൾ അല്ല എൻ്റെ പുരയിൽ പോയി ഇരിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്ന ഒരു ന്യായമല്ലല്ലോ. ഏതായാലും ചേട്ടന് ഹെൽമെറ്റ് വെക്കാത്തതിന് ഫൈൻ അടച്ച് താക്കോൽ എവിടെയാണ് കണ്ടുപിടിക്കുക. അപ്പൊ അതേ പരിഹാരമുള്ളൂ, മീനടുത്ത് കുഴിച്ചിടാം, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കും. അത് പോലീസ് എസ്ഐയും പോലീസും. ഓക്കെ, ഏതായാലും ഇതിന് ഒരു പരിഹാരം വേണം. മീനടുത്ത് കുഴിച്ചിടണം, ചേട്ടന്റെ ബൈക്കിന്റെ താക്കോല് കിട്ടണം. ഇനി മുതൽ ഹെൽമെറ്റ് വെക്കാന്ന് ചേട്ടൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹെൽമെറ്റ് വെക്കാത്തതിന് ഫൈൻ അടയ്ക്കാമെന്നും പറയുന്നുണ്ട്. ഏതായാലും നാട്ടുകാർക്ക് തലവേദനയായി ഈ മീൻ ഇവിടെ ഇരിക്കുകയാണ്. സുജയ പാർവതി. ഓക്കെ, ആ മീൻവണ്ടിയിൽ കെട്ടിവെച്ചിരിക്കുന്ന പെട്ടിയെടുത്ത് മാറ്റാൻ കഴിയുന്നതാണ്. പക്ഷേ അപ്പുക്കുട്ടി ചേട്ടൻ കുറച്ച് വാശിയിലാണെന്ന് തോന്നുന്നു. സിനോ തോമസിനോട് സംസാരിക്കുന്നതിൽ നിന്ന് നമുക്കും മനസ്സിലായത് അതാണ്. ആ മീൻവണ്ടിയിൽ നിന്ന് അത് എടുത്ത് മാറ്റണമെങ്കിൽ ആ വണ്ടിയുടെ താക്കോൽ കിട്ടണം. അതാണ് മീൻ വിൽപ്പനക്കാരൻ അപ്പുക്കുട്ടി ആവശ്യപ്പെടുന്നത്. പോലീസിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയാൻ ഞങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ SHO പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ആ പ്രതികരണം അടക്കം വരുമെന്ന് നമുക്കും പ്രതീക്ഷിച്ചുകൊണ്ടെടുക്കാം ഒരു ചെറിയ ഇടവേള.